ഹലോ ഫ്രണ്ട്സ്, ഫിനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൺസൂൺ വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിലോപ്പിയയും കട്ട്ല, വളർത്തുമീൻ വിഭാഗത്തിൽപ്പെട്ട കട്ട്ല നമ്മുടെ തോട്ടിൽ നിന്നും വീശി പിടിക്കുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സമയം ഒരു 7 മണിയായി. ഞാൻ വരാൻ താമസിച്ചു പോയി. ചെറുക്കനിവിടെ വെളുപ്പാങ്കാലത്ത് 5 മണി തൊട്ട് വന്നതാണ്. ഇവിടെ 2 വലയ്ക്ക് മാറി മാറി വീശാണ്. വീശി മീനെയൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഞാൻ വന്നതേ ഉള്ളൂ. 7 മണി. ഇതാ വെള്ളം തിരിച്ചൊഴുകുകയാണ് പുഞ്ചിന്ന്. ഇന്നലെ വരെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് ഇന്ന് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഒഴുകുകയാണ്. അത് വെള്ളം കുറവായതുകൊണ്ടല്ല, പുഞ്ചയിൽ വെള്ളം തികച്ചത് കൊണ്ടാണ് തിരിച്ച് ഇങ്ങോട്ട് ഒഴുകുന്നത്. ഇനിയിപ്പം കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതായിരിക്കുന്ന ഏരിയ ഇവിടെ എല്ലാം മുങ്ങി വെള്ളമാവും. ഇതിലൊന്നുമില്ല, വലിയ വലയാണ്. ഇവിടെ ഏതെങ്കിലും വലയിൽ അവിടെയൊന്നും ഇല്ല. പൊങ്ങിച്ചാടാനൊന്നും ഇല്ലയോ? നമ്മുടെ ഞാൻ വന്നു കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ വലയാണ്. ഇത്രയും മീൻ ഉണ്ട്. ബാക്കി മീനെ കാണിക്കുന്നതായിരിക്കും. ചോക്കിനകത്തിൽ സിലോപ്പിയുണ്ട്. തുളി പോലും ഇല്ലയോ? അയ്യോടാ, ഓ ഓ കണ്ടില്ല കേട്ടോ. കാലിട്ടടിച്ച് തെന്നി വെള്ളത്തിൽ വീഴരുത്. അതാ ഒരു തൂളിയെ കൊണ്ടുവരുന്നുണ്ട് കാലിട്ടടിച്ചെങ്കിൽ. ഓ, എന്തുവാ സ്പെഷ്യൽ വീശായിരുന്നു. അന്ന് 3ാമത്തെ വീശാണ്. എങ്ങും കടൽ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പൊടിവലയായിട്ട് വന്നതാണ്. പൊടിവലയും കൊണ്ട് വീശി മീൻ പിടിച്ചായിരുന്നെങ്കിൽ ഇന്ന് കാശായിരുന്നു. കണ്ടെയ്നറൊക്കെ മറിഞ്ഞ് കടലിൽ മൊത്തം വിഷമായതുകൊണ്ട് കേരള തീരത്ത് നിന്നും മീൻ മേടിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങളുടെ പുഞ്ചമീൻ ഡിമാൻഡ് കിട്ടിയേനെ. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മീനില്ലാതായിപ്പോയി. എന്തോ വിഷവസ്തുവൊക്കെയാണ് അടിഞ്ഞേക്കുന്നത്. ആരും അതിൽ തുടരരുത്, പിടിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായിരിക്കും ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരിക്കുക? കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്താണ് തൻ്റെ അഭിപ്രായം? ചുമ്മാ ഒരു അഭിപ്രായം പറ. പഞ്ഞിയാണെന്ന് പറയുന്നു. എന്തുവാ 1000 കോടി കപ്പലിനകത്തിൽ എന്തായിരുന്നു കടത്താൻ ശ്രമിച്ചത്? കൊക്കൈനോ അതോ MDMAയോ? ഇലക്ഷനൊക്കെ അതുകൊണ്ടാണോ തുടരുത് പിടിക്കരുതെന്ന് പറയുന്നത്? ഇതെന്താ ഇതിൻ്റെ അകത്ത് ഈ പറളുണ്ടോ? ഇവിടെ ഞാൻ വരുന്നതിന് മുന്നേ വീശിക്കയറ്റി ഇട്ടേക്കുന്ന മീനാണ് കണ്ട. സിലോപ്പിയ വളർത്തുമീൻ, തുളി, അല്ല ജമ്പ സിലോപ്പിയ. അതിനെ ഒന്നൊന്ന് എടുത്ത് മാറ്റി കാണിച്ചോ. വളർത്തുമീനൊക്കെ ഒന്ന് കാണിക്കും. മീനെ കാണണ്ടവർക്ക് ഇനി മീനെ കാണാത്തതുകൊണ്ട് ഈ സമാധാനം വേണ്ട. ഈ നല്ലതായിട്ട് കാണിക്കണം. സിലോപ്പിയ 2 കൈ വലിപ്പം. 1 കിലോ വരും ഒരു സിലോപ്പിയ. അടിപൊളി സിലോപ്പിയ. അങ്ങോട്ടൊതുക്ക് 2 വളർത്തുമീൻ ചെറുതാ. അപ്പോൾ കണ്ടല്ലോ, ഇത് വരുന്നതിന് മുന്നേ കിട്ടിയ മീനാണ്. എന്നിട്ടാണോ മീനുണ്ടെന്ന് പറയുന്നത്? എന്തുവോ ചെമ്പരാണോ സിലോപ്പിയാണോ? വരുന്നു സിലോപ്പിയ. അപ്പം നിന്നില്ല, വരും. അവിടെ ഉണ്ട് സിലോപ്പിയ. ആശാന് മാത്രം. അപ്പോൾ അതെന്തുവോ, അത് സിലോപ്പിയില്ലേ? 2 സിലോപ്പിയ, 2 വലയിലും സിലോപ്പിയ. അപ്പോൾ വരും. ഇന്നും സിലോപ്പിയ കിട്ടുവാണെങ്കിൽ എനിക്ക് കാരണം കാട്ടില്ല. മപ്പാസ് ചെയ്യാൻ അവിടെ കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുമോ? എന്തോ ഇതിൽ നിന്ന് എടുക്കാം. 1 2 3 4 വല വീശി മീൻ വന്ന് ഇളകി. എവിടെ ഇളകിയത് മീൻ? ഇളകിയ മീൻ ഏതിലേലും കാണും. നാല് വല ഉണ്ടോ? നീ മപ്പാസ് വെക്കാൻ സിലോപ്പി ഉണ്ടോ? ഇല്ല, സിലോപ്പി ഇല്ലേ? തുളിയുണ്ടോ?
ഊണ്ട അതിൻ്റെ അകത്തിലുണ്ട് മീൻ. ഓ അടിപൊളി. ഓ കട്ടള 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 കയറി. കട്ടളയാ 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 കട്ടള. ചുരുണ്ട് വീണ വല. ഇതാ ഇവിടെ തൂളി തൂളി. ഇളകിയ മീനാ, അതിനെ കിട്ടി. കട്ടള കട്ടള കട്ടളയാന്ന് പറഞ്ഞപ്പോ വളത്തി മീനാ. അടിപൊളി മീനില്ലയോ? അല്ല ഒന്നാം തരം. നല്ല അടിപൊളി മഴ, കിടിലൻ കിണ്ണങ്കാച്ചി മഴ. മഴയത്ത് കണ്ട ഇവിടെ മീനൊക്കെ ഇറക്കമുണ്ട്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് നമ്മുടെ കടയിൽ ആദ്യമായിട്ടാണ് ഒരു കട്ടള കയറുന്നത്. കട്ടളയൊക്കെ കയറിയിട്ടുണ്ട്. ഫിലോപ്പിയ, വളത്തുമീൻ. വളത്തുമീൻ കിട്ടുകയല്ല, നമുക്ക് ഇവിടുന്ന് കിട്ടിയെല്ലാം ചെറിയ വളത്തുമീൻ. കഴിഞ്ഞ ദിവസമൊക്കെ 3 കിലോയുള്ള വളത്തുമീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം ചെറിയ വളത്തുമീനാണ്. നല്ല അടിപൊളി മഴയാണ്. മഴ നനഞ്ഞുള്ള വീശാണ്. വിനോദനൊന്നൊരു കോട്ട് പോലും ഇല്ല. അതാ ഇവിടെ കൈമൾജിക്ക് കോട്ടില്ല. അമ്പോയിസാക്കവർ തല വെച്ച് മഴ നനഞ്ഞ് ആവേശത്തോടുള്ള വീശാണ്. അക്കരെ ഉത്തമണ്ണൻ്റെ കൊട പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം ഇനി മഴയത്ത് വീശുമ്പോൾ എന്താ കോട്ട് തലയിട്ടിട്ട് കോട്ടങ്ങെടുത്ത് ഒന്നും കേൾക്കുന്നില്ല, കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ചെറുക്കന് നനഞ്ഞുകൊണ്ടാണ് വീശുന്നത്. മഴയത്ത് വീശി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മഴയില്ലാതെ വീശി 3 പേര് വീശുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ മീൻ കിട്ടുന്നുണ്ട്. 3 വലയെ വീശുള്ളൂ. കഴിഞ്ഞ വല 4 വല വീശി. കഴിഞ്ഞ വലയ്ക്ക് മീൻ വന്ന് അവിടെ ഇളകിയത് കണ്ട് നമ്മൾ വീശിയാണ്. പക്ഷേ വല മീൻ കാണുമെന്ന് പ്രതീക്ഷയില്ല. 4 ആൾക്കാരെ മീൻ ഉണ്ടായിരുന്നു. മഴയത്ത് ഇവിടെ ഉണ്ട്. എന്താണ്, സിലോപ്പിയാണോ തൂളിയാണോ വളത്തുമീനാണോ വാഹയാണോ? വളത്തുമീൻ വരട്ടെ, കട്ടള വരട്ടെ. ഇക്കരയ്ക്ക് കട്ടള. സിലോപ്പിയ. ഓ ചാടി അവൻ കരയിൽ കയറാൻ ശ്രമിക്കുന്നു. മഴയാണെങ്കിലും. എത്ര വളത്തുമീനെ? 4 എണ്ണം ഇല്ലയോ? ആർക്ക്? വിളിച്ച പറയുകയും ചെയ്ത്. ഇല്ല, നമുക്ക് സിലോപ്പിയ കിട്ടിയാലും മതി. ഒരു 5 കിലോ സിലോപ്പിയ ആകുമ്പോൾ ഓരോ കിലോ വെച്ച്. മറ്റേ എല്ലാം ഓർഡർ ആയല്ലോ. പച്ചവല ഉണ്ടോന്നാ പോരായിരുന്നു. ഒന്നും ഇല്ല, അവിടെ ഒന്നും ഇല്ല. നല്ല കിണ്ണങ്കാച്ചി മഴയാണ്. സമയം രാവിലെ 8 മണി ആയതേ ഉള്ളൂ. ഇതുവരെ മഴ തോന്നുന്ന ലക്ഷണമില്ല. തോരുന്ന പോലെ തോന്നുന്നില്ല. നല്ല അടിപൊളി മഴ. നോക്കുക കണ്ടാ, കടലിലെ പോലെ തോന്നിക്കും. മീനും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. ഇക്കരെ ഒരു വളത്തുമീൻ കയറിയായിരുന്നെങ്കിലെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിലൊരു 3 സിലോപ്പിയും കൂടി. മുന്നേ കിട്ടിയ സിലോപ്പിയെല്ലാം കച്ചവടമായിരിക്കുന്നു. ഇനി എനിക്ക് മപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 സിലോപ്പിയ വേണം. ഞാൻ 2-3 ദിവസമായിട്ട് സിലോപ്പിയ ആഗ്രഹിക്കാം. നമുക്ക് സിലോപ്പിയ അങ്ങോട്ട് പരുവത്തിനൊത്തത് വരുന്നില്ല. ഒരു 250 ഗ്രാമുള്ള 3 എണ്ണം കിട്ടണം. ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാം 1/2 കിലോ 3/4 കിലോ 1 കിലോ ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് മപ്പാസിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാമുള്ള സിലോപ്പിയ ആഗ്രഹിക്കുകയാണ്. അവിടെയൊക്കെ വന്ന് ഇവിടെയൊക്കെ വന്ന് തൂളി അഴിക്കുന്നുണ്ട്. മോനെ കാച്ച് കാച്ച്. മഴയത്ത് വല്ലതും വന്നോ എന്നുള്ളതാണ് നമുക്ക്. എന്തോ ഒന്നുമില്ല അവിടെ. സിലോപ്പിയ ഉണ്ടോ? സിലോപ്പിയ ഉണ്ടായിരിക്കും. നമുക്ക് വല മേളി വരുമ്പോൾ അറിയാം. തൂളി. സിലോപ്പിയില്ല, ഒരു തൂളിയുണ്ട്. സിലോപ്പിയുണ്ട്. സിലോപ്പിയല്ല, അതും തുളിയാണ്. അവിടെയൊന്നും ഇല്ല. മഴയത്തപ്പം നമുക്ക് 2 തുളി. അവിടെയും തുളി, ജമ്പ തുളി.
നല്ല കീച്ച മഴയാണ് കേട്ടോ, നല്ല വെടിച്ചില് മഴ, രക്ഷയില്ലാത്ത മഴയാണ്. മഴയത്താണ് വീശുക, അവിടെ നനഞ്ഞു കുളിച്ചുകൊണ്ട് വീശുകയാണ്. ഒരു 1/4 മണിക്കൂറായിട്ട് മഴ തോന്നിട്ടേ ഇല്ല, അതുപോലത്തെ മഴയാണ്. സമയം ഒരു 8:30 ആയിട്ടുണ്ട്. എനിക്കിവിടുന്ന് പോകേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ചേച്ചി പ്രഗ്നൻ്റ് ആണ്, ചേച്ചിയെ സ്കാനിങ്ങിന് കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഇവിടെ നിന്നും നമ്മുടെ കടവിനോട് വിട പറഞ്ഞ് പോയിട്ട് വന്ന് ആയിരിക്കും ബാക്കി വീഡിയോ തുടരുന്നത്. ഇന്ന് രാവിലെ ആണെങ്കിൽ ഇവർ 5 മണിക്ക് വന്നതാണ്, ഞാൻ 7 മണിക്ക് 6:30 ആയപ്പോഴാണ് വന്നത്. അപ്പോൾ അവിടെയും താമസം സംഭവിച്ചു. ഒരു ചേർമീനെ കിട്ടിയായിരുന്നു വെളുപ്പിനെ. നോക്കാം, ഇന്ന് മീനിറങ്ങി വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. പണിക്ക് പോകേണ്ട ചെറുക്കനൊക്കെ പണിയും കളഞ്ഞിട്ട് ഇവിടെ കുടയും പിടിച്ചിരിക്കുകയാണ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് എടുത്ത് ചെയ്യുന്ന കൊച്ചനാണ്. കൊച്ചനിവിടെ പണിക്ക് പോകാതെ ഇരിക്കുന്നു. മഴയാ, അതുകൊണ്ട് പണിയില്ല. വീശുന്നു. നല്ല മീനൊക്കെ തിരിഞ്ഞൊഴുകുന്നതുകൊണ്ട് നല്ല മീനൊക്കെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഓ, മീന് പകരം കമ്പൊക്കെയാണല്ലോ വീശി കയറ്റുന്നത്. ഇല്ല, ആ 3 വല മഴ ശകലം ചെറുതായിട്ടൊന്ന് തുള്ളി മുറിഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളൊരു വീശിയിട്ടുണ്ട്. കട്ടല മുട്ടല വല്ലതും ഉണ്ടോ? മഴ കൊടും മഴ പെയ്ത് തോന്നപ്പം അങ്ങൊന്നുമില്ല. കുറെ കമ്പൊക്കെ വീശി കയറ്റുന്നുണ്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം. ഇനി 1 മണിക്കൂർ ഗ്യാപ്പ് ഞാനിവിടെ കാണത്തില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ചേച്ചിയും കൊണ്ട് പോകേണ്ടതുണ്ട്. അപ്പം ഞാൻ പോയിട്ട് വരുന്നിടം വരെ ഇവിടെ എന്ത് കിട്ടിയാലും പോയിട്ട് വരുമ്പോൾ ഞാൻ അതിനെല്ലാം കാണിക്കുന്നതായിരിക്കും. ഇവിടെ എല്ലാം വീശിയിട്ടേക്കണം കേട്ടല്ലോ, വരുമ്പോൾ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഞാൻ വന്നപ്പോൾ ഐശ്വര്യം വന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഐശ്വര്യം വന്നു. ആണ്ടാ സിലോപ്പിയൊക്കെ വരുന്നു, 1 വലയ്ക്ക് 3 എണ്ണമൊക്കെ. ഞാൻ പോയപ്പോൾ ഇവിടെ ഒന്നുമില്ല, 1 മണിക്കൂർ സമയം ഇവിടെ ഒന്നും കിട്ടിയില്ല. സിലോപ്യ എന്തോ പറഞ്ഞ അത് പറഞ്ഞ കേട്ടോ, ഈ ചിരി മാറുന്നൊരു ദിവസം വരുമെന്ന്. അയ്യോ, എന്തോ പറച്ചില്ല പറഞ്ഞത്. ഈ 3 മീൻ 1 കിലോ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. തൂക്കാനല്ലേ കവറിനകത്ത് കവർ അതിനാ സഞ്ചിക്കകത്തോട്ട് തൂക്ക് എന്നാ പറഞ്ഞത്. കറക്റ്റ് 1 കിലോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 കിലോ കാണണം. 1 കിലോയുടെ അടുത്തൊന്നും ഇല്ല, 1 കിലോ തൂക്കം കാണണം. 3 എണ്ണം 1 കിലോ എന്നാ പറഞ്ഞേ. തൂക്ക് കിട്ടണം, തൂക്ക്. എന്തി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇങ്ങോട്ട് വന്നേ. 800 ഗ്രാം കറക്റ്റ് 1 കിലോ ആണ്. 835 ഗ്രാമേ ഉള്ളൂ ഈ 3 എണ്ണം. വന്നതിൻ്റെ ഐശ്വര്യം കഴിഞ്ഞ വലയിലുണ്ടായിരുന്നു. ഈ വലയിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഉണ്ടോ? പറഞ്ഞെങ്കിൽ നോക്കാം നമുക്ക്. കളിയാക്കിയതാന്ന് തന്നെ. സൂം ചെയ്തോണ്ടി അതാ ആശാൻ അങ്ങനെ ചുമ്മാ പറയത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പല സൂം ചെയ്തോണ്ടിരിക്കും.
തൂളി തൂളി തൂളി. അതാ നിങ്ങളിവിടെ കുറേ നേരം കൊണ്ട് ഇവിടെ നിന്നു. ഇവിടെ ആശാൻ വരണം ഉണർവ് വരണമെങ്കിൽ. ഒരു കളത്തൂളി തൂളിയെങ്കിൽ തൂളി. ഇപ്പം തൂളിയെ പോലും കിട്ടുന്നില്ല. തൂളിയെ കിട്ടിയാലും സന്തോഷം. കരക്ക് കഴിക്കാണെങ്കിൽ എടുത്തിട്ട് അവൻ്റെ കൂടുതലില്ലേ? അവനില്ലേ കൂടുതൽ? ആ കൈ നൂത്തെറിഞ്ഞപ്പോൾ ഇപ്പം ഊരാനും വയ്യ പൊങ്ങാനും വയ്യ. ഉണ്ടോ? ചെറിയൊരു മുട്ട് തൂളിയായിരിക്കും ചിലപ്പോൾ. തൂളിയോ സിലോപ്പിയ കുഞ്ഞോ ചിലപ്പോൾ വല്ല കരിമീനായിരിക്കും. കരിമീൻ ചെറുതായിട്ട് മുട്ടും. നമുക്ക് മുട്ടലും തട്ടലൊന്നും ഇല്ലയോ? ആ തൂളിയാ കൂരലാണത്. ആ കൂരൽ ഭയങ്കരമായിട്ട് ഇടിക്കും. കൂരലും വന്നു. ആ എന്ത് ചെയ്യേ? ചാക്കിലാന്നോ കൂടുവലയിലാന്നോ? അവിടെ ഉണ്ടോ? അവിടെയുണ്ട് കൂരൽ. അവിടെ വന്നു സിലോപ്പിയ. നീ കൂടുവല നീ എടുത്ത് അപ്പുറത്തോട്ട് എറിയണോ? നല്ലൊരു സിലോപ്പിയ. അതെ, മീനെടുത്ത് ഇപ്പുറത്തോട്ട് എറിയോ അതോ കടിച്ചു പിടിച്ചോണ്ട് വരുമോ? പറയൂ. സിലോപ്പിയ ഒന്ന് പൊക്കി കാണിച്ചേ. നല്ലൊരു സിലോപ്പിയ. ആ ശരിയാ. ചെകിളെ കൂടെ വള്ളി കയറ്റിയിട്ട് കയറ് കെട്ടിയിട്ട് ഇങ്ങോട്ട് ഇട്. പിടിച്ച് ഇക്കരയ്ക്ക് എത്തിക്കാം. അതാകുമ്പം പപ്പായ്ക്ക് 2 കിലോ സിലോപ്പിയ ആവും. ആ എന്താണ്? ഓ തൂളിയാന്നോ? നമുക്ക് ഈ പൊട്ടൻ തൂളിയേ ഉള്ളൂ. ആ 2 കിലോ തൂളി. ഒരു കൂരിലുണ്ട്. ഇവിടെ ഉണ്ട് കൂരില്. കൂരൽ കുറുവൊന്നും ഇല്ലല്ലോ. എന്തോ നമ്മുടെ തോട്ടിൽ മീനൊക്കെ വന്ന് കൊഞ്ഞണം കുത്തി കാണിച്ചിട്ട് പോകുന്നു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്കൊരു 2-2.5 കിലോ തൂളി ഒറ്റ വീശിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത വലയ്ക്ക് ഇനി എന്താണെന്ന് നോക്കാം. സിലോപ്പിയ എന്ന് ആഗ്രഹിച്ചിട്ട് സിലോപ്പിയ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നൊരു മീൻ അഴിച്ചായിരുന്നു. ഇവിടെ ഞാൻ വന്നൊരു മീൻ അഴിച്ചിട്ട് പോയി. ആഹയാണെന്ന് തോന്നുന്നു. വരും കൂട്ടത്തിൽ മഴയും വന്നു. ആർക്കും ഒന്നും ഇല്ലല്ലേ? നോ. തെളിവില്ലല്ലോ കയറാൻ. തെളിവുണ്ടായിരുന്നെങ്കിൽ മീൻ വരുമെന്ന് പറയാൻ. രാവിലെ തുടങ്ങിയ മഴയാ. ഇതുവരെ മഴ മാറി. മീനായിരിക്കും. മുടക്കൊന്നും അവിടെ അങ്ങനെ കാണാൻ സാധ്യതയില്ല. മീൻ തന്നെ. ആ സിലോപ്പിയ ഉണ്ട്. ഒരെണ്ണല്ലേ ഉള്ളൂ. കൂരലും 2 കൂരലും ഒരു സിലോപ്പിയ. ഇതാ വരുന്നു. ഓ ഇന്ന് സിലോപ്പിയയുടെ മുകളിൽ മൊത്തം ആശാനെന്നുള്ള പേരാ എഴുതി വെച്ചേക്കുന്നത്. വേണ്ട ഇത് കണ്ടോ? 1 കിലോ. അതാ പറഞ്ഞു ഇന്ന് സിലോപ്പിയയുടെ മുകളിൽ മൊത്തം ഇന്ന് ആശാന്റെ പേരാ എഴുതി. 1 കിലോ ആണോ? സുഖം. അടിപൊളി സിലോപ്പിയ. ജമ്പൻ സിലോപ്പിയ. 9 ഇഞ്ചിൻ്റെ എൻ്റെ ചെരുപ്പാണ്. കണ്ട, അത് വെച്ചിട്ട് നോക്കുക നിങ്ങൾ മീനിൻ്റെ വലിപ്പം. വരുന്നു ചെമ്പല്ലി, കൈതക്കോര. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൈതക്കോര, ചെമ്പല്ലി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ്
കോഴിക്കോട് കാസർഗോഡ് ഏരിയകളിലാണ് ഈ മീനൊക്കെ വെറൈറ്റി പേരുകൾ പറയുന്നത്. ഞാൻ മീനെ കാണിക്കാം, എന്നിട്ട് ഇതിന് എന്ത് പേരാ പറയുന്നതെന്ന് പറയാം. ഇതാണ് മീന്. ഇതിന് ഫുള്ള് ഈ ചെകിള മേൽഭാഗം ഇവിടെ എല്ലാം മുള്ളാണ് കേട്ടോ. ഭയങ്കര പാടാണ് ഈ പിടിക്കാൻ. കൈതക്കോര എന്ന് ഞങ്ങളെ ചെമ്പല്ലി, കടു ഇങ്ങനെയൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാ അറിയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതാ നമുക്ക് ഇത്രയും മീനെയാണ് കിട്ടിയത്. നമ്മൾ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു പോവുകയാണ്. സമയം ഉച്ചയായി. രാവിലെ 5 മണിക്ക് വന്നതാണ്. 2-3 ട്രിപ്പായിട്ട് മീനെല്ലാം വിറ്റ് ബാക്കി മീൻ ഇവിടെ ഉണ്ട്. അപ്പോൾ മീനും കാഴ്ചകളും ഒക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.